ഇസ്ലാമിക തീവ്രവാദികളെ വെള്ളപൂശുന്ന സമീപനം ഇനിയും തുടരേണ്ട സാംസ്കാരിക നായകന്മാരെ അവരുടെ ലജ്ജ ഓർത്ത് ഞങ്ങൾ ഓരോരുത്തരും അവരെ അവസ്ഥയോർത്ത് പരിതപിക്കുകയാണ്. ആ ഇസ്ലാമിക തീവ്രവാദം നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ജമ്മു കാശ്മീരിനെ വേർപിരുത്താൻ വേണ്ടി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ കാലഘട്ടം മുതൽ നടന്നിരിക്കുന്ന ഒരു തീവ്രവാദ പ്രവർത്തനം ഭാരതത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഒന്നാമത്തെ സർക്കാർ അധികാരത്തിൽ വന്നു. രണ്ടാമത്തെ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിലുള്ള പ്രത്യേക പദവി എടുത്തുകളഞ്ഞ് അവിടുത്തെ തീവ്രവാദ പ്രവർത്തനം അടിച്ചമർത്തി അവിടുത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കി അവിടുത്തെ തീർത്ഥാടനത്തിനും അതേപോലെ ടൂറിസത്തിനും അനന്തമായിരിക്കുന്ന സാധ്യതകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ ഇല്ലാതെയാക്കുവാനും ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ മഹാരാജ്യം തീവ്രവാദികളുടെ ജമ്മു കാശ്മീർ തീവ്രവാദികളുടെ പിടിയിലാണ് എന്ന് ബോധിപ്പിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 3 ആക്രമണങ്ങളാണ് നമ്മൾ ജമ്മു കാശ്മീരിൽ അടുത്ത കാലത്തായി കണ്ടത്. റെയ്സി മാത്രമല്ല, അനുബന്ധമായിട്ട് ദോദയിലും മറ്റൊരു സ്ഥലത്തും കൂടി ആക്രമണം നടന്നു. എത്രയോ സിവിലിയന്മാർ പരിക്കുപറ്റി കൊല്ലപ്പെട്ടു. രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടി, ദേശസുരക്ഷയ്ക്ക് വേണ്ടി പോരാടുന്ന നമ്മുടെ ജവാന്മാർ കൊല്ലപ്പെട്ടു. പിഞ്ചുകുഞ്ഞുങ്ങൾ സാധാരണക്കാരായിട്ടുള്ളവർ കൊല്ലപ്പെട്ടു. പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് പോലും ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കുവാൻ വേണ്ടി ഇവിടുത്തെ മതേതര സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഇവിടുത്തെ ബുദ്ധിജീവികളായിട്ടുള്ള ധാരാളം പേരുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്ക് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ലജ്ജാകരം. അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് പുനലൂർ ജില്ലാ സമിതിയുടെ ഈ പ്രതിഷേധം ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിന് എല്ലാവിധ ഭാവങ്ങളും ഏരുന്നതിനൊപ്പം തന്നെ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. വന്ദേ ഭാരതം. ബഹുമാനമുള്ള VHPയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ, സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ, ഭാരതത്തിലെ ഭൂരിപക്ഷം വരുന്ന മതവിഭാഗത്തിൻ്റെ പ്രതിനിധികൾ, എല്ലാവർക്കും നമസ്കാരം. VHPയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാനിടയായ സാഹചര്യങ്ങളെക്കുറിച്ചിട്ട് ശ്രീ മഞ്ചള്ളൂർ സതീഷ് അടക്കമുള്ള ആരാധ്യരായിട്ടുള്ള നേതാക്കന്മാരിവിടെ പ്രതിപാദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഭാരതം പോലെയുള്ള മതേതര മൂല്യം ഏറ്റവും അധികം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യത്ത്, ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന മതവിഭാഗത്തിന് സ്വതന്ത്രമായിട്ടുള്ള ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുക പോലും ചെയ്യുന്ന തരത്തിൽ ഈ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ തഴച്ചു വളരുന്നതിൻ്റെ ഫലമായിട്ട് നിരപരാധികളായിട്ടുള്ള നിരവധി ആൾക്കാർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൊല ചെയ്യപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ്, അതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാൻ സാധിക്കും, ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ് ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും കാത്തു സംരക്ഷിക്കുന്ന തരത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ ജമ്മു കാശ്മീർ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. ഈ രാജ്യത്തിൻ്റെ വിവിധ മേഖലകൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ തഴച്ചു വളരുന്ന ഒരു കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ് ഈ രാജ്യത്ത് അധികാരമേറ്റുന്നത്. നമുക്കറിയാൻ സാധിക്കും, ആ കാശ്മീർ മേഖലകളിൽ ആയിരക്കണക്കിന് വരുന്ന ഹിന്ദു പണ്ഡിറ്റുകൾ അവിടെ നിന്നും കുടിയിറക്കപ്പെട്ട് ഡൽഹി അടക്കമുള്ള മേഖലകളിൽ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്ന സാഹചര്യത്തിൽ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ആദ്യം ചെയ്തത് ഭാരതത്തിൻ്റെ 4 അതിരുകളെ കാത്തു സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം രാജ്യത്തെ മത തീവ്രവാദ സംഘടനകളെ നിലയ്ക്ക് നിർത്തുന്നതിനും കാശ്മീരി പണ്ഡിറ്റുകൾ അടക്കമുള്ളവരെ ഈ രാജ്യത്ത് അവരുടെ സ്വന്തം സ്ഥലങ്ങളിൽ താമസിപ്പിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ രാഷ്ട്രവിരുദ്ധ ശക്തികളെ നിലയ്ക്ക് നിർത്തുന്നതിന് അതികർശനമായിട്ടുള്ള നടപടി സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന നരേന്ദ്രമോദി സർക്കാരിനും നരേന്ദ്രമോദിക്കും ആ സർക്കാരിനും സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലകളിൽ കാശ്മീരിലെ സ്ഥിതി നമുക്കറിയാൻ സാധിക്കും. നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് രാജ്യത്ത് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പട്ടാളക്കാരെ അവിടുത്തെ മത തീവ്രവാദ സംഘടനകൾ ഓടിച്ചിട്ട് തല്ലുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിച്ചു. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി അരുകൊല ചെയ്യുന്ന ഹീനമായിട്ടുള്ള കാഴ്ച ഈ മതേതര രാജ്യത്ത് കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ രാജ്യം ഭരിച്ചപ്പോൾ നമുക്ക് കാണുവാൻ സാധിച്ചെങ്കിൽ വളരെ ധീരമായിട്ടുള്ള നടപടികളിലൂടെ സംഘപരിവാറിൻ്റെ പിൻബലത്തോടുകൂടി
ഒരു ദേശീയ ബോധമുള്ള ഗവൺമെൻറ് ഈ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനത്തിനെ അമർച്ച ചെയ്യുവാൻ ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇന്ന് കാശ്മീർ ശാന്തമായി. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കാശ്മീരിൽ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ സാധാരണ നിലയിൽ ജനങ്ങൾ ജീവിക്കുവാൻ സാധിക്കുന്നു. എന്തിനേറെ പറയുന്നു, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സഹോദരി അടക്കമുള്ളവർക്ക് അവിടേക്ക് ടൂർ പോകുന്നതിനും മഞ്ഞുകട്ട പരസ്പരം കോരി എറിഞ്ഞുകൊണ്ട് അവിടെ സമാധാനപരമായിട്ട് ടൂറിസം നിർവഹിച്ച് തിരിച്ചു വരുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു വീഡിയോയിൽ കാണുവാൻ സാധിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർ അവരുടെ വിനോദയാത്രയ്ക്കിടയിൽ അവിടുത്തെ ഗ്രാമവാസികളോട് നിന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു സാഹചര്യം പോലും ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്ന ഒരു ബോധ്യമുണ്ടാക്കിക്കൊണ്ട് മതതീവ്രവാദികളെ അഴിഞ്ഞാടുന്നതിനുള്ള അവസരം ഇവിടുത്തെ രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഉണ്ടാക്കിയതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് മതതീവ്രവാദ ശക്തികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരം രാജ്യമൊട്ടുക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾ നടന്നു വരികയാണ്. ഈ ഒരു സൂചനാ സമരം എന്ന നിലയിൽ ബന്ധപ്പെട്ട അധികാരികൾ അതികർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ മതതീവ്രവാദികളെ, വർഗീയ വിഘടനവാദികളെ നിലയ്ക്ക് നിർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വന്ദേ മാതരം. ഈ പ്രതിഷേധത്തോടൊപ്പം തന്നെ നമ്മൾ കാശ്മീരിൽ കൊല്ലപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് കുവൈറ്റിൽ ഉണ്ടായ തീപിടുത്തൽ മരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് 1 മിനിറ്റ് നമ്മൾ മൗനം ആചരിക്കുക.